പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല. താമരശ്ശേരി രൂപത അധ്യക്ഷൻ അഭിമന്യ റെമിജിയൂസ് ഇഞ്ചനാനിൽ പിതാവ് 7 വർഷം മുമ്പ് താമരശ്ശേരി രൂപതയുടെ രണ്ടാമത് എപ്പാർക്കിൽ അസംബ്ലിയുടെ നിർദ്ദേശങ്ങളുടെ പശ്ചാത്തലത്തിൽ പുറപ്പെടുവിച്ച ഒരു സർക്കുലറുണ്ട്. വരാൻ പോകുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ദേവാലയത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പച്ചയായ യാഥാർത്ഥ്യങ്ങൾ കണ്ടുകൊണ്ടുള്ള ഒരു പ്രവാചക സ്വരമായിരുന്നു അത്. ആ പ്രവചനം ഇപ്പോൾ നിറവേറുകയാണ് അക്ഷരാർത്ഥത്തിൽ. എന്തായിരുന്നു അഭിമന്യ പിതാവ് അന്ന് പറഞ്ഞത്? ദേവാലയങ്ങളിൽ നടക്കുന്ന വിവാഹ ആഘോഷം ആധ്യാത്മിക ചൈതന്യം നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണെന്നും കൂദാശകളുടെ വിശുദ്ധി നഷ്ടപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കണമെന്നും താമരശ്ശേരി രൂപത അധ്യക്ഷൻ മാർ റെമിജിയൂസ് ഇഞ്ചനാനിയിൽ അന്ന് പറഞ്ഞു. താമരശ്ശേരി രൂപതയുടെ രണ്ടാമത് എപ്പാർക്കിൽ അസംബ്ലിയുടെ നിർദ്ദേശങ്ങളുടെ പശ്ചാത്തലത്തിൽ പുറപ്പെടുവിച്ച സർക്കുലറാണ് ബിഷപ്പിന്റെ ഈ പരാമർശം അന്ന് ഉണ്ടായത്. വിവാഹത്തിന് ദമ്പതികളോടൊപ്പം വരുന്ന ഫ്ലവർ ഗേൾസിന് ദേവാലയത്തിൽ സ്ഥാനമില്ല എന്നും സർക്കുലറിൽ അന്ന് വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു. നമ്മുടെ ദേവാലയങ്ങളിൽ നടക്കുന്ന വിവാഹ ആഘോഷം ആധ്യാത്മിക ചൈതന്യം നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ദേവാലയത്തിൽ നടക്കുന്നത് വിവാഹം എന്ന കൂദാശയുടെ പരികർമ്മവും വിശുദ്ധ കുർബാനയർപ്പണവുമാണ്. ഇതൊരു ഇവന്റ് അല്ല. അതിനാൽ അത് മാനേജ് ചെയ്യുവാൻ വൈദികർക്കും ദേവാലയ ശുശ്രൂഷകൾക്കും പുറമേ വിദഗ്ധ ടീമിൻ്റെ ആവശ്യമില്ല. വധുവിൻ്റെ വസ്ത്രധാരണം നമ്മുടെ സംസ്കാരത്തിനിണങ്ങുന്നതായിരിക്കണം. ബ്രൈഡ് മെയ്ഡ്സ്, ഫ്ലവർ ഗേൾസ് എന്ന പേരുകളിൽ അറിയപ്പെടുന്ന പ്രത്യേക വസ്ത്രം ധരിച്ചെത്തുന്ന ഗ്രൂപ്പുകൾക്ക് ദേവാലയത്തിനുള്ളിൽ വധൂവരന്മാരുടെ സമീപം യാതൊരു സ്ഥാനവും ഉണ്ടായിരിക്കരുത്. ദേവാലയത്തിൻ്റെ പരിശുദ്ധിയും കൂദാശകളുടെ വിശുദ്ധിയും നഷ്ടപ്പെടാതിരിക്കാൻ എല്ലാവരും പരിശ്രമിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പിതാവ് പറഞ്ഞത് ഇപ്രകാരം: ആൺകുട്ടികൾ 25 വയസ്സിന് മുമ്പും പെൺകുട്ടികൾ 23 വയസ്സിന് മുമ്പും വിവാഹം കഴിക്കണമെന്ന അസംബ്ലിയുടെ തീരുമാനം രൂപതയിൽ നിയമമായി തന്നെ സ്വീകരിക്കണമെന്ന് സർക്കുലറിലൂടെ ബിഷപ്പ് അഭ്യർത്ഥിച്ചു. വിവാഹിതരായതിനു ശേഷവും പഠനവും ജോലിയും തുടർന്നു കൊണ്ടുപോകുവാൻ സാധിക്കുമെന്ന് നമുക്ക് ചുറ്റുമുള്ള പൊതുസമൂഹത്തിലേക്ക് കണ്ണോടിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ഈ കാര്യത്തിൽ മാതാപിതാക്കളും യുവജനങ്ങളുമാണ് സഹകരിക്കേണ്ടത്. വൈകിയ പ്രായത്തിൽ കല്യാണം കഴിക്കുന്നത് ദമ്പതികളുടെ ബന്ധത്തിലും മക്കളുടെ ജനനത്തിലും വളർച്ചയിലും കുടുംബ സംവിധാനങ്ങൾ രൂപപ്പെടുത്തുന്നതിലും വിപരീത സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിന് കാരണമാകും. ഭാവി സുരക്ഷിതമാക്കിയിട്ട് വിവാഹിതരാകാം എന്ന ചിന്തയിൽ നിന്ന് മാറി വിവാഹം കഴിച്ച് രണ്ടുപേരും ഒരുമിച്ച് ഭാവി കെട്ടിപ്പടുക്കാം എന്ന മുൻ തലമുറകളുടെ പാരമ്പര്യത്തിലേക്കും കാഴ്ചപ്പാടിലേക്കും നമ്മൾ തിരികെ പോയേ മതിയാവൂ. വിവാഹം നീട്ടിവെക്കുന്നതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? അവിവാഹിതരുടെ എണ്ണം, പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. ആൺകുട്ടികൾ 25 വയസ്സിന് മുമ്പും പെൺകുട്ടികൾ 23 വയസ്സിന് മുമ്പും വിവാഹം കഴിക്കണമെന്ന അസംബ്ലിയുടെ തീരുമാനം നമ്മുടെ രൂപതയിൽ നിയമമായി തന്നെ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒപ്പം തന്നെ ദേവാലയത്തിൻ്റെ തിരുനാൾ ആഘോഷങ്ങളിൽ പാലിക്കേണ്ട ചില മര്യാദകളും സർക്കുലറിൽ വ്യക്തമായി പറയുന്നുണ്ട്. കുടുംബങ്ങളിലും ഇടവക രൂപതാ തലങ്ങളിലും നടക്കുന്ന വിവിധ ആഘോഷങ്ങൾ ലളിതവും ക്രൈസ്തവ ചൈതന്യത്തിന് ചേർന്നതുമായിരിക്കണമെന്നും സർക്കുലറിൽ വ്യക്തമായി പറയുന്നു. തിരുനാളുകളിൽ ദേവാലയ അന്തരീക്ഷത്തിന് ചേരുന്ന രീതിയിലുള്ള വാദ്യമേളങ്ങളായിരിക്കണം ഉപയോഗിക്കേണ്ടത്. വിവിധ ആഘോഷങ്ങൾ ഭവനങ്ങളിൽ നടത്തുമ്പോഴും മരണവീടുകളിൽ പോലും മദ്യം ഇന്ന് അവശ്യ വസ്തുവായി മാറിയിരിക്കുന്നുവെന്നത് അതീവ ഉത്കണ്ഠയോടെയാണ് നോക്കിക്കാണേണ്ടത്. കുടുംബത്തെയും സമൂഹത്തെയും നശിപ്പിക്കുന്ന ഇത്തരം തിന്മകളിൽ നിന്ന് ക്രൈസ്തവ സാക്ഷ്യം ഉയർത്തിപ്പിടിച്ച് പിന്മാറുവാൻ എല്ലാവരും തയ്യാറാവണം. അല്ല, ഇതൊക്കെ ആര് നിറവേറ്റുന്നു? പ്രിയപ്പെട്ട പിതാവേ, ദൈവാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട് സഭയിൽ അന്നും ഇന്നും ഓരോ പ്രവാചകരിലൂടെ. എന്നാൽ അത് നിറവേറ്റുന്നവർ എത്ര പേരുണ്ട് എന്നുള്ളതാണ് നമ്മുടെ വിഷയം. സർക്കുലറിൻ്റെ അവസാന ഭാഗത്തിൽ അഭിമന്യ പിതാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും തീരുമാനങ്ങൾ എടുക്കേണ്ടത് നാം ഓരോരുത്തരുമാണ്. നമ്മുടെ വിശ്വാസ പൈതൃകത്തിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും നിഷ്ഠയോടുകൂടി ചെയ്യുവാനുള്ള ശ്രദ്ധയും താല്പര്യവും നമുക്കുണ്ടായിരിക്കണം. മേൽപ്പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചിലരെങ്കിലും വ്യത്യസ്ത അഭിപ്രായം പുലർത്തുന്നവരായിരിക്കാം. എന്നാൽ പൊതു നന്മ ലക്ഷ്യമാക്കിയുള്ള ഓരോ നിർദ്ദേശവും അനുസരിക്കുമ്പോൾ വരും തലമുറകളുടെ സംരക്ഷണമാണ് നമ്മൾ ഉറപ്പുവരുത്തുന്നത് എന്നത് മനസ്സിൽ സൂക്ഷിക്കാം. വിശ്വാസത്തെയും വിശ്വാസവുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യങ്ങളെയും വില കുറച്ച് കാണുകയും പരിഹസിക്കുകയും ചെയ്യുന്ന സമൂഹത്തിൽ നിശ്ചയദാർഢ്യത്തോടെ വിശ്വാസ സാക്ഷ്യം നൽകുവാൻ നമുക്ക് ആത്മാവിൽ ശക്തി പ്രാപിക്കാമെന്ന്.